സംസ്ഥാന സർക്കാരിന്റെ അനുഗ്രഹത്തോടെയാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ വൈദ്യുതി നിരക്കുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. KSEBിക്ക് ജനത്തെ പിഴിയാനുള്ള വലിയ അവസരം തുറന്നു കൊടുത്തിരിക്കുന്നു. സാധാരണക്കാരന്റെ കുടുംബ ബജറ്റ് താളം തെറ്റുകയാണ്. സംസ്ഥാനത്തെ ജനങ്ങളുടെ വൈദ്യുതി നിരക്ക് ഈ വിധത്തിൽ വർദ്ധിച്ചിരിക്കുകയാണ്. പട്ടികയൊക്കെ ആയിട്ടാണല്ലോ ഇത്, പത്രത്തിൽ ഇങ്ങനെ ഒരു പട്ടികയുണ്ട്. ഈ പൈസ കണ്ടപ്പോൾ കൺഫ്യൂഷനാണ്. അതായത് പഴയ നിരക്ക്, പുതിയ നിരക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ സാഹചര്യത്തിൽ എനിക്കൊക്കെ എത്ര രൂപ കൂടെ സാധ്യത. അമലിന് വീട്ടിൽ എത്ര യൂണിറ്റിന്റെ ഉപയോഗമുണ്ട്? ബില്ല് എത്ര വരും? ഈ ഒരു കണക്കനുസരിച്ചാണെങ്കിൽ ഒരു 100 യൂണിറ്റ്, പരമാവധി 150. അപ്പം 100 യൂണിറ്റ് ആണ് അമലിന് വീട്ടിലെങ്കിൽ ഒരു മാസം അമലിന് ഇപ്പം 430 രൂപയായിരിക്കും വൈദ്യുതി ബില്ല് വരുന്നത്. അതിപ്പോൾ 448 രൂപയായി. അത് മാർച്ച് മാസം 31 തീയതി വരെയാണ് കേട്ടോ. അതായത് 16 പൈസ ശരാശരി കൂടിയപ്പോൾ. അങ്ങനെ വരുമ്പോൾ വർധന വന്ന എത്രയാണ്? 430 നിന്ന് 447 രൂപ, ഏകദേശം 17 രൂപയുടെ വർധന മാസം വന്നു. ഇനി അതുകൊണ്ട് വർധന തീർന്നെന്ന് എഴുതണ്ട. ഏപ്രിൽ മാസമാകുമ്പോൾ, ഏപ്രിൽ 1 മുതൽ 12 പൈസ ശരാശരി യൂണിറ്റ് പിന്നെയും കൂടിയാണ്. അപ്പോൾ അത് ഈ 430 465 രൂപയാവും. അപ്പോൾ വർധന ഈ 17 രൂപയ്ക്ക് പുറമെ 18 രൂപയുടെ കൂടും. അപ്പോൾ ആ രീതിയിൽ നല്ല വർധന തന്നെ ഉണ്ടാകും. അതായത് ഏപ്രിൽ മുതൽ നല്ല വ്യത്യാസത്തിൽ കൊടുക്കും. പ്രശാന്തേട്ടൻ എത്ര വരാറുണ്ട്? എനിക്ക് ഇപ്പോൾ ഉപയോഗം കുറച്ച് കൂടുതലാണെന്ന് തന്നെ പറയാം. പരമാവധി നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 200 യൂണിറ്റിനും 250 യൂണിറ്റിനും ഇടയ്ക്കുള്ള ഒരു 1500 ഇപ്പോൾ ഉണ്ട്. അതായത് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ 200 യൂണിറ്റ് ഉപയോഗം നേരിട്ട് എനിക്കിപ്പോൾ 1087 രൂപയാണ് ബില്ല് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു മാസത്തെ ബില്ലാണ്, 2 മാസത്തെ ബില്ലാണ് നമുക്ക് വരുന്നത് കേട്ടോ. അപ്പം 1187 എന്നുള്ളത് 1120 ആകും. 32 രൂപയുടെ വർധനയാണ് വരുന്നത്. പക്ഷേ അങ്ങനെ 32 രൂപയാണ് ഈ ഒരു മാസം ഈ വർഷം മുഴുവൻ എന്ന് കരുതിയിരിക്കേണ്ട. ഏപ്രിൽ മാസം ആകുമ്പോൾ അത് 1148 രൂപയായി ഉയരും. ഈ വർധന പിന്നെയും കൂടുകയാണ്. അതായത് നമുക്കിപ്പോൾ എനിക്ക് എന്ത് ബില്ലാണോ ലഭിക്കുന്നത് അതിൽ നിന്ന് ഈ 32 രൂപയും കൂടും. ഏപ്രിൽ മാസം ആകുമ്പോൾ അതിന്റെ കൂടെ 28 രൂപ കൂടും. അപ്പം നിയന്ത്രിക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മുടെ ചീഫ് അവിടെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. അതായത് മാർഷലിന് ഇപ്പം തന്നെ 10,000 രൂപ ബില്ലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഏത് ഗണത്തിൽ വരുന്നത് ഞാൻ പറയാം. അപ്പോൾ 300 യൂണിറ്റ് ഉപയോഗിക്കണമെങ്കിൽ ഇപ്പോൾ 2125 രൂപയാണ് നിലവിൽ വരുന്നത്. അത് 2190 ആകും. 65 രൂപയുടെ വർധന ബില്ലിൽ വരും. അത് ഏപ്രിൽ മാസം ആകുമ്പോൾ ഇതിന് പുറമെയാണ് ഒരു 75 രൂപ കൂടും. അതായത് 2265 രൂപയാകും ബില്ല്. 2 മാസം എടുക്കുമ്പോൾ ഏകദേശം 5000 രൂപ ബില്ലായേ. പിന്നെ കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക് ഇതനുസരിച്ച് ഈ രീതിയിലെല്ലാം മാറ്റം വരും. അത് വെച്ചാൽ 500 യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ വലിയ ഉപയോഗമാണ്. ഫലത്തിൽ ജനങ്ങളുടെ കീശ കാലിയാകുന്ന ഒരു വർധന തന്നെയാണ് ഇപ്പോൾ നടപ്പായിരിക്കുന്നത്. അതായത് 2 ഷോക്കാണ്. മാർച്ചിൽ 1 തരും, പിന്നെ ഡബിൾ ഷോക്ക്. 2026 മാർച്ച് 31 2 വർഷമൊന്നുമില്ല. ഇനി ആകെ കൂടി 1.25 വർഷമേ ഉള്ളൂ. അപ്പോൾ 1.25 വർഷത്തിനിടെ 2 ഷോക്കിന്റെ ഭാരമാണ് നമ്മൾ ഏൽക്കുന്നത്. അപ്പോൾ മന്ത്രി നേരത്തെ പറഞ്ഞു കേട്ടില്ലേ, അതായത് കൂട്ടാനറിയാം, കുറയ്ക്കാനറിയാം. പക്ഷെ കുറച്ചെവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? വൈദ്യുതി നിരക്കോ വാട്ടർ ചാർജ് ഒക്കെ കുറച്ച് കേട്ടിട്ടുണ്ടോ? ഒരു പഞ്ച് ഡയലോഗ് എന്നതിനപ്പുറത്തേക്ക് അതിന് കാര്യമായ പിന്നെ സമരത്തിന് ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും. ഏതെങ്കിലും സമരത്തിന്റെ പേരിൽ ഇവിടെ ഏതെങ്കിലും നിരക്കുകൾ കുറച്ചിട്ടുണ്ടോ? ഇതുവരെയും കേട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങളുടെ വികാരം കൊടുക്കാൻ തയ്യാറാവുക, ജനങ്ങളുടെ വികാരം പഠിപ്പിക്കാനുള്ള ഒരു പ്രതികരണം മാത്രമായി കണ്ടാൽ മതി. നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്ന എന്താണ്? ഇത് കുറച്ച് ഉപയോഗിക്കുക എന്നുള്ളത്. കഴിയുന്നതും ഈ ഉപയോഗം കൂടുതലുള്ള സാധനങ്ങൾ പൂട്ടിക്കെട്ടി വയ്ക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ സോളാർ മേടിച്ച് പെരപ്പത്തൊക്കെ. അതെ.